ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, ഏറ്റവും വലിയ സൈനിക ശക്തിയും എല്ലാം അമേരിക്ക തന്നെ. എന്നാൽ അമേരിക്ക ഇപ്രകാരം ലോക പോലീസായി നിലനിൽക്കുവാനുള്ള പ്രധാന കാരണം അമേരിക്കയുടെ സാമ്പത്തിക ശക്തിയും അതുപോലെ സൈനിക ശക്തിയും മാത്രമല്ല, മറ്റൊരു കാരണം കൂടി അതിനുണ്ട്. അമേരിക്കയ്ക്ക് ലോക രാജ്യങ്ങളുമായുള്ള ബന്ധവും ലോക രാജ്യങ്ങൾക്കിടയിലുള്ള സ്വാധീനവും തന്നെയാണ് അമേരിക്കയെ ലോക പോലീസായി ഇന്നും നിലനിർത്തുന്നത്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായി അമേരിക്കയ്ക്കുള്ള ബന്ധം ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ്. എന്നാൽ അമേരിക്കയിലെ ഈയിടെയായി ഉണ്ടാകുന്ന ചില മാറ്റങ്ങളും അവരുടെ നയതന്ത്രത്തിൽ ഉണ്ടാകുന്ന ചില പിഴവുകളും ഒരുപക്ഷെ അമേരിക്ക എന്ന മഹാരാജ്യത്തിന്റെ തകർച്ചയിലേക്ക് തന്നെ അത് വഴിവെച്ചേക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഉലച്ചിലുകൾക്കിടയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം അധികാരത്തിലെത്തിയതിനു ശേഷം അമേരിക്ക പതിറ്റാണ്ടുകളായി തുടർന്നു പോന്നിരുന്ന നയങ്ങളിലാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ദേശീയത കടുത്ത രീതിയിൽ ഉയർത്തുന്ന ട്രംപിന്റെ പരിഷ്കാരങ്ങൾ ഒരുപക്ഷെ അമേരിക്കയുടെ നാശത്തിലേക്ക് തന്നെ നയിച്ചേക്കാമെന്നാണ് നയതന്ത്ര വിദഗ്ധർ പോലും ചൂണ്ടിക്കാണിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലെ പല പ്രമുഖ രാജ്യങ്ങളുമായിട്ടും ഇപ്പോൾ തന്നെ അമേരിക്ക കൊമ്പ് കോർക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചില രാജ്യങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള വിസ നിബന്ധനകൾ വച്ചതാണ് ഏറ്റവും പുതിയ വിഷയം. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. മാത്രമല്ല, യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടനും ഫ്രാൻസിനും പുറമെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാജ്യം ജർമ്മനിയാണ്. മാത്രമല്ല, വളരെ ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള ജർമ്മനിയുടെ വാക്കുകൾക്ക് യൂറോപ്യൻ യൂണിയനിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയ്ക്ക് ഇന്ന് ശക്തമായ എതിരാളിയായി ഉയർന്നു നിൽക്കുന്ന ജർമ്മനിയും അതുപോലെ തന്നെ ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് എതിരെ തിരിഞ്ഞാൽ തന്നെ അമേരിക്കയുടെ ശക്തിയിൽ കാര്യമായിട്ടുള്ള ഇടിവുണ്ടാകുമെന്ന് നമുക്കറിയാം. യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുടെ ബലത്തിൽ തന്നെയാണ് നാറ്റോ സഖ്യസേന പോലും നിലനിൽക്കുന്നത്. അമേരിക്കയുടെ നിലപാടുകൾ ഇപ്രകാരം തുടരുകയാണെങ്കിൽ നാറ്റോ സഖ്യസേനയുടെ പോലും നിലനിൽപ്പിനെ അത് ബാധിച്ചേക്കാം. ഈ അടുത്ത കാലത്തായുള്ള യൂറോപ്യൻ യൂണിയന്റെ പല നിലപാടുകളും പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 2018 ഇറാനെതിരെ ഉപരോധം ചുമത്തുവാൻ തീരുമാനിച്ച അമേരിക്കയെ വെട്ടിലാക്കിയ ഒരു സംഭവം തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എല്ലാ രാജ്യങ്ങളും അമേരിക്കയ്ക്കൊപ്പം ചേരണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം അന്ന് യൂറോപ്യൻ യൂണിയൻ തള്ളിയത് വളരെ വലിയ ചർച്ചയായിരുന്നു. മാത്രമല്ല, അമേരിക്കയുടെ ഇറാനെതിരായ ഉപരോധത്തെ ഒരിക്കലും പിന്തുണയ്ക്കില്ലെന്ന് അന്ന് യൂറോപ്യൻ യൂണിയൻ ഒരേ സ്വരത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല, അതിനുശേഷമുള്ള അമേരിക്കയുടെ എല്ലാ നീക്കങ്ങൾക്കും കൂടെ നിന്നിരുന്ന യൂറോപ്പ് അകലം പാലിച്ചിരിക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക മാത്രം ഏകപക്ഷീയമായി പിന്മാറിയതിൽ യൂറോപ്പിന് കടുത്ത അതൃപ്തിയുമുണ്ട്. അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാകുവാനുള്ള കാരണം ട്രംപ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പരാമർശം അമേരിക്കയ്ക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, റഷ്യയും ചൈനയും അതിൽ ഉൾപ്പെടുന്നു. എന്നാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു യൂറോപ്യൻ യൂണിയൻ എന്ന ഒരു മറുപടി അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഇപ്രകാരം പറഞ്ഞിരുന്നത്. എന്തായാലും ഈ ഒരു പ്രസ്താവനയ്ക്ക് ശേഷമായിരുന്നു അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത്. ഏറ്റവും പുതിയ സംഭവം, പോളണ്ട് അടക്കമുള്ള ഏതാണ്ട് 5ഓളം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയിൽ പ്രവേശിക്കുവാൻ വിസ വേണമെന്നുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത തീരുമാനത്തിനെതിരെ യൂറോപ്യൻ യൂണിയൻ നൽകിയ തിരിച്ചടിയാണ്. 2021 മുതൽ അമേരിക്കൻ പൗരന്മാർക്ക് യൂറോപ്പിൽ കടക്കണമെങ്കിലും വിസ നിർബന്ധമാക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ ഏറ്റവും പുതുതായി അറിയിച്ചിരിക്കുന്നത്. ഇതോടുകൂടി അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ബന്ധം മറനീക്കി കൂടുതൽ പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കയുടെയും ട്രംപ് ഭരണകൂടത്തിന്റെയും നിലപാടുകൾ ഇപ്രകാരം സ്വാർത്ഥമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സമീപ ഭാവിയിൽ അമേരിക്ക യൂറോപ്പിന്റെ ബന്ധത്തെയും അതുപോലെ തന്നെ നാറ്റോ സഖ്യസേനയും ഒക്കെ തന്നെ അത് ബാധിച്ചേക്കാം. അതിന്റെ അനന്തരഫലം ഒരുപക്ഷെ ലോക പോലീസായി നിലകൊള്ളുന്ന അമേരിക്കയുടെ തകർച്ച തന്നെയായിരിക്കും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.